പ്രവാസലോകത്തെ വാർത്തകൾ. സ്വദേശിവൽക്കരണ നടപടികൾ ജൂൺ അവസാനത്തോടെ പൂർത്തിയാക്കാൻ UAE കമ്പനികൾക്ക് നിർദ്ദേശം. നിയമം ലംഘിക്കുന്ന കമ്പനികൾക്ക് ജൂലൈ മുതൽ പിഴ ചുമത്തുമെന്നും മാനവ വിഭവശേഷി സ്വദേശിവൽക്കരണ മന്ത്രാലയത്തിന്റെ മുന്നറിയിപ്പ്. 50 അതിലേറെയോ തൊഴിലാളികളുള്ള കമ്പനികൾക്കാണ് മുന്നറിയിപ്പ്. കമ്പനികളിലെ വിദഗ്ധരായ തൊഴിലാളികളുടെ എണ്ണത്തിൽ 1% സ്വദേശികളെ നിയമിക്കണം എന്നതാണ് നിർദ്ദേശം. കൂടാതെ നിലവിലുള്ള സ്വദേശിവൽക്കരണ നിരക്ക് നിലനിർത്തുകയും വേണം. പ്രവാസി തൊഴിലാളികൾക്ക് ഇത് തിരിച്ചടിയായി മാറും. നിയമലംഘകരായ കമ്പനികൾക്ക് പിഴ ചുമത്തുമെന്നും മന്ത്രാലയം അറിയിച്ചു. മെയ് അവസാനത്തോടെ 28,000 സ്വകാര്യ മേഖലാ കമ്പനികളിലായി 1,41,000 വിദേശികളെ നിയമിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇസ്രായേലിലെ ഇന്ത്യൻ പൗരന്മാർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി ഇന്ത്യൻ എംബസി. അത്യാവശ്യമല്ലാത്ത യാത്രകൾ ഒഴിവാക്കണമെന്നും മുന്നറിയിപ്പ് നൽകി. നിലവിലെ സുരക്ഷാ സാഹചര്യം കണക്കിലെടുത്ത് ഇന്ത്യൻ പൗരന്മാർ ജാഗ്രത പാലിക്കണമെന്നും പ്രാദേശിക സുരക്ഷാ നിർദ്ദേശങ്ങൾ അനുസരിക്കണമെന്നും ഇസ്രായേലിലെ ഇന്ത്യൻ എംബസി നിർദ്ദേശിച്ചു. മേഖലയിലെ ഇന്ത്യൻ പൗരന്മാരുടെ ക്ഷേമം സൂക്ഷ്മമായി നിരീക്ഷിക്കുകയും ചെയ്യുന്നുണ്ടെന്ന് എംബസി കൂട്ടിച്ചേർത്തു. അടിയന്തര സഹായത്തിന് വ്യക്തികൾക്ക് എംബസിയുടെ ഹെൽപ്പ് ലൈൻ നമ്പറുകളിലോ ഇമെയിൽ വിലാസത്തിലോ ബന്ധപ്പെടാം. ഇസ്രായേലി അധികൃതർ പുറപ്പെടുവിച്ച സുരക്ഷാ പ്രോട്ടോക്കോളുകൾ പാലിക്കാനും പൗരന്മാരോട് ഇന്ത്യ അഭ്യർത്ഥിച്ചു. ഇറാൻ-ഇസ്രായേൽ സംഘർഷത്തിൽ അയവില്ല. ഇസ്രായേലിന് വെള്ളിയാഴ്ച രാത്രി ഇറാൻ കനത്ത തിരിച്ചടി നൽകിയതോടെ പശ്ചിമേഷ്യ യുദ്ധസമാന സാഹചര്യത്തിലാണ്. ജെറൂസലേമിലെയും ടെൽ അവീവിലും ഇറാൻ ആക്രമണം നടത്തിയതായാണ് റിപ്പോർട്ട്. ടെൽ അവീവിൽ കനത്ത നാശനഷ്ടങ്ങളുണ്ടായെന്നാണ് വിവരം. വ്യാഴാഴ്ച രാത്രി ഇറാനിൽ ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയതോടെയാണ് സംഘർഷങ്ങൾക്ക് തുടക്കമായത്. സംഘർഷത്തിൽ നിരവധി പേർ കൊല്ലപ്പെട്ടതായും നിരവധി പേർക്ക് പരിക്കേറ്റതായും റിപ്പോർട്ടുകളുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഓഫീസ് സമയം കഴിഞ്ഞാലും അവധി ദിനമാണെങ്കിലും പണത്തിന് ആവശ്യമെങ്കിൽ മൊബൈൽ ആപ്പ് വഴി ഉടനടി അക്കൗണ്ടിലെത്തും. അതാണ് KSFE സ്മാർട്ട് ഗോൾഡ് ഓവർ ഡ്രാഫ്റ്റ്. ഏത് ശാഖയിലും സ്വർണം വയ്ക്കൂ. മൊബൈൽ ആപ്പ് വഴി എപ്പോഴും എവിടെ വച്ചും പണം പിൻവലിക്കൂ. പരമാവധി 50 ലക്ഷം രൂപ വരെ. അതിവേഗ പ്രോസസിംഗ്. 24/7 സേവനം. ഇനി ആവശ്യങ്ങൾക്ക് അവധി കൊടുക്കേണ്ട, സമയവും നോക്കേണ്ട. KSFE സ്മാർട്ട് ഗോൾഡ് ഓവർ ഡ്രാഫ്റ്റ്. ഡിജിറ്റലി സൂപ്പർ ചാർജ് യുവർ ഗോൾഡ്. ഇസ്രായേൽ-ഇറാൻ സംഘർഷം ഭക്ഷ്യവസ്തുക്കളുടെ വിതരണ ശൃംഖലകളെ ബാധിക്കില്ലെന്ന് കുവൈറ്റ്. ഭക്ഷ്യവസ്തുക്കളുടെ കരുതൽ ശേഖരം ശക്തമെന്നും വാണിജ്യ വ്യവസായ മന്ത്രാലയം അറിയിച്ചു. കുവൈറ്റിന്റെ ഭക്ഷ്യവസ്തുക്കളുടെ തന്ത്രപരമായ കരുതൽ ശേഖരം ശക്തമാണെന്ന് വാണിജ്യ വ്യവസായ മന്ത്രാലയം അറിയിച്ചു. പ്രാദേശിക സംഘർഷങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ അടിയന്തര സാഹചര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള മന്ത്രാലയത്തിന്റെ സന്നദ്ധതയെക്കുറിച്ച് മന്ത്രാലയത്തിലെ കൊമേഴ്ഷ്യൽ കൺട്രോൾ ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടർ ഫൈസൽ അൽ അൻസാരി വ്യക്തമാക്കി. ഭക്ഷ്യവസ്തുക്കളുടെ ലഭ്യതയും സ്ഥിരതയും ഉറപ്പുവരുത്തുന്നതിനായി മന്ത്രാലയത്തിലെ അടിയന്തര ടീമുകൾ സ്വകാര്യ മേഖലാ കമ്പനികൾ നടത്തുന്ന വെയർഹൌസുകളിൽ പരിശോധന നടത്തിയിരുന്നു. ഭക്ഷ്യശേഖരം മതിയായതും നല്ല രീതിയിൽ പരിപാലിക്കുന്നതുമാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി. കൺസ്യൂമർ കോഓപ്പറേറ്റീവ് സൊസൈറ്റികളുടെ ഫെഡറേഷനുമായി സഹകരണ ഔട്ട്ലെറ്റുകളിലെ ഭക്ഷ്യസ്റ്റോക്കുകൾ വിലയിരുത്തുന്നതിന് ഏകോപനം നടന്നുവരികയാണെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. UAE-യിൽ വ്യാജ തൊഴിൽ വാഗ്ദാനങ്ങൾ വർദ്ധിച്ചു വരുന്നു. ഇതിനെതിരെ മാനവ വിഭവശേഷി സ്വദേശിവൽക്കരണ മന്ത്രാലയം കർശന മുന്നറിയിപ്പ് നൽകി. ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൂടെയും സോഷ്യൽ മീഡിയ വഴിയും വ്യാജ ഓഫറുകൾ നൽകി പണം തട്ടുന്ന സംഘങ്ങൾ രാജ്യത്ത് സജീവമാണ്. ഇത്തരം തട്ടിപ്പുകൾ ആവർത്തിക്കുകയും നിരവധി പേർക്ക് പണം നഷ്ടപ്പെടുകയും ചെയ്ത സാഹചര്യത്തിലാണ് മന്ത്രാലയം വീണ്ടും മുന്നറിയിപ്പ് നൽകിയത്. കൂടാതെ വ്യാജ ഓഫറുകൾ തിരിച്ചറിയാൻ ചില നിർദ്ദേശങ്ങൾ മന്ത്രാലയം മുന്നോട്ട് വെച്ചു. UAE മന്ത്രാലയത്തിന്റെ ഔദ്യോഗിക ജോബ് ഓഫർ 100% സത്യസന്ധമാണോ എന്ന് പരിശോധിച്ച ശേഷം മാത്രം സ്വീകരിക്കുക. ഇത് മന്ത്രാലയത്തിന്റെ അംഗീകൃത തൊഴിൽ കരാറുമായി ബന്ധിപ്പിച്ചതാണെന്നും വ്യക്തമാക്കി. കൂടാതെ എല്ലാ അംഗീകൃത തൊഴിൽ വാഗ്ദാന കത്തുകളിലും ഒരു ബാർകോഡ് ഉണ്ടാകും. ഇതുപയോഗിച്ച് ഓഫർ യാഥാർത്ഥ്യമാണോ എന്ന് ഉറപ്പുവരുത്തണം. പാസ്പോർട്ട്, മറ്റ് യാത്രാരേഖകൾ, വിദ്യാഭ്യാസ യോഗ്യതാ സർട്ടിഫിക്കറ്റുകൾ തുടങ്ങിയ ഒറിജിനൽ രേഖകൾ ആർക്കും നേരിട്ട് കൈമാറരുതെന്നും മുന്നറിയിപ്പിൽ വ്യക്തമാക്കി. ഇനി ആരെങ്കിലും തൊഴിൽ സംബന്ധിച്ച സർട്ടിഫിക്കറ്റുകൾ ചോദിച്ചാൽ ഇവയുടെ പകർപ്പുകൾ മാത്രം കൊടുത്താൽ മതിയെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. UAE-യിൽ വർക്ക് പെർമിറ്റുകൾ ഇനി നിമിഷങ്ങൾക്കുള്ളിൽ ലഭ്യമാകും. ഇതിനായി AI സാങ്കേതികവിദ്യയുടെ സഹായത്തോടെ പുതിയ സംവിധാനം പ്രാബല്യത്തിൽ വരും. UAE-യിലെ തൊഴിൽ സേവന മേഖലയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കിയിരിക്കുകയാണ് മാനവ വിഭവശേഷി സ്വദേശിവൽക്കരണ മന്ത്രാലയം. ഓട്ടോമേറ്റഡ് സംവിധാനം വഴി പേപ്പർ വർക്കുകൾ ഒഴിവാക്കുകയും അനുമതികൾ വേഗത്തിൽ തന്നെ ലഭ്യമാക്കുകയും ചെയ്യുന്നു. ഇത് UAE-യിലെ കമ്പനികൾക്കും വ്യക്തിഗത ഉപഭോക്താക്കൾക്കും ഒരുപോലെ പ്രയോജനകരമാണ്. ദീർഘനേരമുള്ള കാത്തിരിപ്പ് ഒഴിവാക്കാനും ഈ നടപടി ഏറെ സഹായകരമാകുന്നു. UAE ഗവൺമെന്റ് ലക്ഷ്യമിടുന്ന സീറോ ബ്യൂറോക്രസി പ്രോഗ്രാമിന്റെ ഒരു പ്രധാന ഭാഗമായാണ് ഈ നടപടികൾ നടപ്പിലാക്കിയത്. കൂടാതെ പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കാനും
സേവനങ്ങളുടെ വേഗത വർദ്ധിപ്പിക്കാനും പൊതുജനങ്ങൾക്ക് മികച്ച ഉപഭോക്തൃ അനുഭവം നൽകാനും ഇത് ലക്ഷ്യമിടും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.